നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ഒരു കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. കരിമീൻ പൊള്ളിക്കാനായിട്ട് 350 ഗ്രാം തൂക്കമുള്ള ഒരു കരിമീൻ നന്നായി ക്ലീൻ ചെയ്ത് സൈഡെല്ലാം വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 3-1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറുള്ളിയും 5-6 അല്ലി വെളുത്തുള്ളി ചേർത്തും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് മീനിലേക്ക് തേച്ച് കൊടുക്കാം. മീനിൻ്റെ 2 ഭാഗങ്ങളിലും അകത്തും വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ ഉള്ളിലേക്കുമെല്ലാം മസാലയൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മസാല മീനിലേക്കൊന്ന് പിടിച്ചു കിട്ടാനായിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കൂടുതൽ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇവിടെ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ 3 മിനിറ്റ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് ഒരു സൈഡ് നന്നായി വെന്ത് സോഫ്റ്റായി ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതേ ഫ്ലെയിമിൽ 3 മിനിറ്റ് കൂടി മറ്റേ സൈഡ് കൂടി നന്നായി ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. മീൻ ഫ്രൈ ചെയ്യാനെടുത്ത വെളിച്ചെണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് പൊള്ളിക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 1-2 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് വലിയൊരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് 10-15 സെക്കൻഡ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 15 ചെറുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് 3-4 മിനിറ്റ് ചെറുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വാട്ടിയെടുക്കണം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചെറുള്ളി എല്ലാം നന്നായി വഴറ്റി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളാണ് ചേർക്കാനുള്ളത്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. മസാലകളെല്ലാം വഴറ്റി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് തക്കാളി ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ തിക്കായിട്ടുള്ള 1 ഗ്ലാസ് 1/4 പാൽ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മസാലയിൽ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാല ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാനായിട്ട് മീൻ പൊതിയാൻ പാകത്തിന് വലുപ്പമുള്ള ഒരു വാഴയില എടുത്തിട്ട് തീയുടെ മേലെ വെച്ചൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിൻ്റെ മേലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ള മസാല മീനിൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. മസാലയെല്ലാം മീനിൻ്റെ എല്ലായിടത്തേക്കും ഒരേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയില ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം നൂലോ അല്ലെങ്കിൽ ഇതുപോലെ വാഴയുടെ നാരോ ഉപയോഗിച്ചിട്ട് ഇത് പതുക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. പൊള്ളിക്കാനുള്ള മീനും മസാലയും എല്ലാം ഇവിടെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊള്ളിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മൺചട്ടി സ്റ്റവിൽ വെച്ച് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അടി പിടിക്കാതിരിക്കാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മീൻ ഇതിലേക്ക് ഇറക്കി വെച്ച് മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം മൂടിയൊന്ന് തുറന്ന് മീനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും 3 മിനിറ്റ് കൂടി ഇതേ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് പൊള്ളിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൂടി അതേപോലെ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് മൂടി തുറന്ന് മീനൊന്ന് പുറത്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കരിമീൻ സാധാ ഫിഷ് ഫ്രൈ പോലെ തയ്യാറാക്കാതെ ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെയോ കപ്പയുടെ കൂടെയൊക്കെ ചൂടോടെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓപ്ഷൻ ഓൾ കൊടുത്താൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.